ചേട്ടാ നമ്മള് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ വണ്ടിയിലൊക്കെ വരുന്ന വഴിക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത സ്ഥിതിക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലെക്സുകൾ അങ്ങ് നിറഞ്ഞു നിൽക്കുവാണ്. ഫ്ലെക്സുകളും കൊടികളും നല്ല രസമാണ് കാണാൻ. തോരണങ്ങളും തോരണങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നമ്മളിങ്ങനെ നോക്കിയൊക്കെ വരും. അപ്പൊ ഞാനിങ്ങനെ വന്ന സമയത്ത് ഇന്ന് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ബി ജെ പി നല്ലതുപോലെ കാശിറക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഫ്ലെക്സുകൾ പലയിടത്തും ഇരിക്കുന്ന ഫ്ലെക്സുകൾ ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ നമുക്ക് ഇങ്ങനെ കണ്ടുവരുമ്പോൾ ഒരു രസമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ പലയിടത്തും ബി ജെ പിയുടെ ഫ്ലെക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ആഡംബരമാണ്. സിനിമ പോസ്റ്ററൊക്കെ പോലെ അതിനെ വെല്ലുന്ന രീതിയിൽ വലിയ ഫ്ലെക്സുകളൊക്കെ അടിച്ച് ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അറ്റത്തോട്ട് പോരാം. കേരളത്തിൽ നിന്ന് നമുക്ക് താഴോട്ട് വരാം. താഴോട്ട് വരുമ്പോൾ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ വർഷം 2ാം സ്ഥാനത്തായിരുന്നു ബി ജെ പി. ഈ തവണ എന്തായിരിക്കും ബി ജെ പിയുടെ ഒരു ഭാവി? അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് തന്നെ തുടരുമോ? എന്തായിരിക്കും ഒരു തിരുവനന്തപുരം എടുക്കാൻ കാരണം എന്താണെന്ന് ചേട്ടന് മനസ്സിലാവുമല്ലോ. എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഈ മീൻസ് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞ അവസ്ഥ എന്തായി മാറുമെന്ന്? അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തില് ഇന്ന് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. അതായത് ബാക്കി അത്രയും ഒന്നും സ്വന്തം ചിഹ്നത്തിൽ പാർട്ടി പോലും CPM എന്ന് പറയുന്ന പാർട്ടി പോലും ആൾക്കാരെ നിർത്തിയിട്ടില്ല, സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. UDF ആണെങ്കിലും പിന്നിലാണ്. UDFന്റെ പല സ്ഥാനാർത്ഥികളും നമുക്കറിയാം തള്ളിപ്പോയി. പലയിടത്തും വേണ്ട 14ലധികം വാർഡുകളിൽ ഇപ്പൊ തന്നെ CPM വിജയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അപ്പം ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാല് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ സൂചിപ്പിച്ചില്ല കാശിന്റെ കാര്യം. കാശ് ആവശ്യം പോലെ ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലതും പാർട്ടി ഫണ്ടാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഫണ്ട് ഒരുപാട് ഇറക്കുമെന്ന് തന്നെയാണ് ഇതിന് മുൻപായി തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് പലപ്പോഴും തിരുവനന്തപുരത്ത് നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകൾ ഒക്കെ നമ്മൾ ഇങ്ങനെ പോയി കാണാറൊക്കെ ഉണ്ട്. പോയി കാണുമ്പോൾ ഭയങ്കര മനോഹരമായി ചെയ്തിരിക്കുന്നത് എപ്പോഴും ഈ BJPയുടെയാണ്. അതൊരു സിനിമയുടെ കട്ടൗട്ടൊക്കെ ചെയ്യുന്ന പോലെ ഒരു വലിയ ഒരു ഏരിയ. എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും വിചാരിച്ചു ഇനിയിപ്പം അവിടുന്ന് തൊട്ടാന്തരണിയോ ആരെങ്കിലും വിളിച്ചിട്ടാണോ ആർട്ട് ഡയറക്ട് ചെയ്ത, അല്ലെങ്കിൽ എന്താ പറയാ ഈ പറയുന്ന ഇതിനൊക്കെ ചെയ്തിട്ടില്ല രാജമൗലിയുടെ സിനിമയ്ക്ക് വല്ല സെറ്റ് ടേക്ക് ആണോ എന്ന് തോന്നിക്കുമാറ് വലിയ ഭീമാകാരമായ കട്ടൗട്ടുകളൊക്കെ വെച്ചിട്ടാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അപ്പം 90 ലക്ഷം രൂപ മാത്രമാണ് ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു തീരുമാനം നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് 5 കോടിയിലധികം രൂപ മുടക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ആർക്കും വ്യക്തമാകുന്ന തരത്തിലാണ് കട്ടൗട്ടുകളും അതിന്റെ പ്രചരണങ്ങളും ഒക്കെ സംഘടിപ്പിച്ചത്. നമ്മൾ നോക്കിയാൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ഒറ്റ മണ്ഡലത്തിൽ VV രാജേഷിന്റെ മത്സരിക്കുകയും VK പ്രശാന്ത് അവിടെ മത്സരിക്കുകയും ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് VK പ്രശാന്തിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യത്തോടു കൂടി ചുവന്ന പ്ലാസ്റ്റിക് കസേര പെറുക്കിയിട്ട് ചെറിയ രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒന്നായിരുന്നു VK പ്രശാന്തിന്റെ ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്. അതേസമയം വെള്ളയമ്പലത്തോട്ട് മാറി ഒരു വലിയ ഗ്രൗണ്ടില് VV രാജേഷിന്റെ കട്ടൗട്ടുകളൊക്കെ വെച്ച് ഭയങ്കര അതിഗംഭീരം എന്നൊക്കെ പറയാൻ പറ്റില്ല, ആര് കണ്ടാലും അതിനകത്തേക്കൊന്ന് കയറിപ്പോവും. ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വളരെ മനോഹരമായ രീതിയിലും വളരെ ഭീമാകാരമായി ചെയ്തു വെച്ചിരിക്കുന്ന ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ്. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ BJPയുടെ ഞാൻ 2-3 നേരത്തെ ശ്രദ്ധിച്ചു. BJPയുടെ ഓഫീസിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ വെച്ച് മറ്റേ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് നോക്കിപ്പോയത് എന്താ കല്യാണം നടക്കുന്ന വീടാണോ അല്ലെങ്കിൽ പെട്ടെന്ന് പാട്ടൊക്കെ വെച്ചിട്ട് പാട്ടുകളൊക്കെ വെച്ചിട്ട് ഭയങ്കര ആഘോഷമായിട്ടാണ് അവർ നടത്തുന്നത്. അപ്പം എന്താ വെച്ചാൽ പണം ഇറക്കുന്നുണ്ട്. അന്ന് അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംസാരം, അതിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം ആണെന്ന് അറിയില്ല. അവിടെ ഒരു വലിയ വ്യവസായിയുണ്ട്, തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വലിയൊരു വ്യവസായിയുണ്ട്. ആ വ്യവസായിയെ അദ്ദേഹം ഇപ്പോൾ BJP അംഗത്വമൊക്കെ എടുത്തു. നേരത്തെ തന്നെ BJP അംഗത്വമൊക്കെ എടുത്ത് അദ്ദേഹം നിലവിൽ അതിനകത്ത് BJPയുടെ നേതാവായി തന്നെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും BJP മെമ്പറാണ്. അപ്പോൾ ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനമായി അവിടെ ഉയർന്നു വന്ന ഒരു ആരോപണമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഈ ED എന്ന് പറയുന്ന, അതായത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലേക്കും പണം മുടക്കിയത് ഈ പറയുന്ന വ്യവസായിയാണ് എന്ന തരത്തിലുള്ള ഒരു വലിയ പ്രചരണം അവിടെ ഉണ്ടായിരുന്നു. കാര്യം അന്ന് ED എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ വ്യവസായികൾക്കും ഒരു ചെറിയ പേടിയുള്ള ഒരു കാര്യമാണ് ED. അപ്പൊ ED വന്ന് കയറി കഴിഞ്ഞാൽ പല കള്ളക്കഥകളും പുറത്താകും എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നറിയില്ല. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം തന്നെയാണ് പണം മുടക്കിയത്.
അല്ലാതെ കുറേയധികം പണം വന്ന് സുരേന്ദ്രൻ കുറെ കൊണ്ടുപോയി, കുഴൽപ്പണം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കൊണ്ടുപോയി എന്നൊക്കെ ഒരു ആരോപണം, ഹെലികോപ്റ്ററിനകത്ത് പണം കടത്തി എന്നൊക്കെ ഒരു ആരോപണം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും BJP അത്രത്തോളം ലാവിഷ് ആവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരവസ്ഥ വെച്ചിട്ട് മത്സരം ശരിക്കും നടക്കുന്നത് ഈ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ള ഒരു മത്സരമായിരിക്കും ശരിക്കും നടക്കുന്നത് തിരുവനന്തപുരത്ത്. കാര്യം കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം 2 ചാട്ടം ചാടിയാൽ മാത്രമേ അവർക്ക് 1ാം സ്ഥാനത്ത് എത്താൻ കഴിയൂ. അതായത് നിലവിൽ ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു 0 എമിഷൻ സിറ്റി ആക്കി തിരുവനന്തപുരത്തെ മാറ്റുന്നു, സ്മാർട്ട് സിറ്റി എന്നുള്ള നിലയിലേക്ക് മാറ്റുന്നു. ഇപ്പൊ ഇതാ പറയുന്ന പോലെ ഒരു ലൈറ്റ് മെട്രോയുടെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുന്നു. അപ്പം തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് എത്തിയിട്ട് പോയിട്ട് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്റെ മാറ്റം കണ്ടിട്ട് ഒരുപക്ഷെ അത്ഭുതത്തോട് നിൽക്കേണ്ടി വരും. ആ രീതിയിലുള്ള മാറ്റം തിരുവനന്തപുരത്തിന് കൊണ്ടുവരാൻ ഒരുപക്ഷെ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും അവർ പറയുന്നത് തമ്പാനൂര്, കിഴക്കേക്കോട്ട തുടങ്ങിയ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അതിശക്ത മഴ പെയ്താൽ വെള്ളക്കെട്ടായി മാറുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. അതായത് നമ്മൾ തിരുവനന്തപുരം നഗരത്തിലൂടെ ഈ വെള്ളക്കെട്ടുള്ള സമയത്ത് പലരും ഓടയിൽ വീണ് മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് നടന്നു പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഓട ഇളകി കിടക്കും, ആ ഓടയിലേക്ക് വീണ്ട് ആൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. കാലിന് പരിക്കേൽക്കുക, പരിക്ക് വരെ ഉണ്ടാകുന്ന ഒരു ദുരവസ്ഥ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. എന്നാൽ അതിലൊക്കെ മാറ്റം വരികയും മുൻപ് സ്ഥിരമായിരുന്നു. അത് അത്തരത്തിലുള്ള കാഴ്ചകൾ നിരന്തരം ഉണ്ടാവും. ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ നഗരത്തിലൂടെയുള്ള യാത്ര, വാഹനം വരെ ഒഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആ തിരുവനന്തപുരം നഗരത്തിൽ ഈ വെള്ളക്കെട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ മാറ്റം ഉണ്ടായി. വെള്ളമൊന്നും അധിക സമയം ഇപ്പം നഗരത്തിൽ തങ്ങി നിൽക്കാറില്ല. അതൊക്കെ പോകേണ്ട രീതിയിൽ ആ വെള്ളം എല്ലാം പോകുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പുതിയ നഗരസഭ അധികൃതരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനിയും എന്തുകൊണ്ട് BJP കുറച്ച് കോൺഗ്രസിനെക്കാട്ടി കുറച്ചുകൂടെ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് അഴിമതി കഥകൾ. ഇപ്പം MS കുമാർ എന്ന് പറയുന്ന BJPയുടെ മുൻ വക്താവുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി കഥകളുണ്ട്. ഇപ്പൊ ഫാം ടൂർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിക്കൽ, അതായത് നിക്ഷേപകര് പണം നിക്ഷേപിക്കുന്നു. സ്വാഭാവികമായും ഒരു ബാങ്കിന്റെ വളർച്ചയ്ക്ക് എപ്പോഴും ആവശ്യം ഇത് വായ്പ കൊടുക്കുക എന്നുള്ളതാണ്. വായ്പ കൊടുത്ത് ഈ നിക്ഷേപം കിട്ടിയ പണം എടുത്ത് വായ്പ കൊടുക്കുകയും ആ വായ്പയുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് വേണം ഒരു നിശ്ചിത ശതമാനം ബാങ്കും എടുക്കുക, നിശ്ചിത ശതമാനം ഈ നിക്ഷേപകർക്കും കൊടുക്കുക. ഇതാണ് ഒരു വായ്പയുടെ ഒരു പൊതു രീതി. അതാണ് അല്ലെ നിക്ഷേപകർക്ക് പിന്നെ പലിശ കിട്ടുന്നതിന്റെ ഒരു പൊതു രീതി അങ്ങനെയാണ്. അപ്പൊ ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിലാണ് ശരിക്കും ബാങ്ക് അല്ലെങ്കിൽ സൊസൈറ്റികളുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ നിക്ഷേപകനും വായ്പ എടുക്കുന്നവരും തമ്മിലൊരു ഇടനിലക്കാരനായി നിൽക്കുന്നു. അതിന്റെ കമ്മീഷൻ എന്ന പോലെയാണ് അതിന്റെ ഫണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ BJPയുടെ പല നേതാക്കന്മാരും, ഫാം ടൂർ സൊസൈറ്റി BJP ഭരിക്കുന്നു. അപ്പൊ BJPയിലെ പല നേതാക്കന്മാരും വന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ പണം വായ്പയായിട്ട് എടുക്കുന്നു. പലപ്പോഴും ഡോക്യുമെന്റ് പോലും വാലിഡ് അല്ലാത്ത ഡോക്യുമെന്റുകൾ പോലും അവിടെ സമർപ്പിച്ചുകൊണ്ട് വായ്പ എടുത്തിട്ട് പോകുന്നു. വായ്പ തിരിച്ചടവ് മുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഏതൊരു നിക്ഷേപ സ്ഥാപനവും ഡൗൺ ആവുന്ന പോലെ, പൊളിയാൻ പോകുന്ന പോലെ ഒരു സാഹചര്യം ഈ പറയുന്ന ഫാം ടൂർ സൊസൈറ്റിക്കും ഉണ്ടായി. അതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അവിടെ ആത്മഹത്യ ചെയ്ത തിരുമല അനിൽ എന്ന് പറയുന്ന ഒരാൾ. ആ തിരുമല അനിൽ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ആ ഫാം ടൂർ സൊസൈറ്റി പൊളിഞ്ഞു എന്ന് പറയാം. സ്വാഭാവികം എന്നോണം ഈ വായ്പ തിരിച്ചടവ് ഉണ്ടാകാതിരിക്കുകയും പണം പലരും തട്ടിക്കുകയും ചെയ്തതോടുകൂടി ഈ ഫാം ടൂർ സൊസൈറ്റിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ തലയിലേക്ക് വന്നു. ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, അഴിമതി ഒന്നും ഇല്ല. അത് ഇതിനെക്കുറിച്ച് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ മേയർ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ആ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ അന്ന് VV രാജേഷുമായിട്ടുള്ള ഒരു തർക്കത്തിനിടയിലാണ് ആര്യ രാജേന്ദ്രൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അത് ഒരിക്കൽ ഇവര് നിരന്തരം വിളിച്ചു എന്നും കാണാൻ വന്നു. ആ സമയത്ത് ഈ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് ആര്യ രാജേന്ദ്രന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു പറഞ്ഞു. അപ്പൊ അപ്പോഴും ഈ ആര്യ രാജേന്ദ്രൻ അദ്ദേഹത്തെ വിളിക്കുന്നത് പിന്നെ തിരുമല അനിൽ എന്നോട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല. അവരുടെ വിളിയിൽ തന്നെ ഒരു സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ അംശമുണ്ട്. അനിയേട്ടൻ എന്നാണ് ആ ആര്യ രാജേന്ദ്രൻ ആ മാധ്യമ പ്രവർത്തകയോട് തന്നെ അല്ലെങ്കിൽ ആ ചർച്ചയിൽ പോലും അദ്ദേഹത്തെ അഡ്രസ് ചെയ്യുന്നത്. അനിയേട്ട പ്രശ്നമൊന്നുമില്ല, നമുക്ക് പരിഹരിക്കാം. പക്ഷെ അവിടെ ആര്യ രാജേന്ദ്രൻ കാണിച്ച ഏറ്റവും മികച്ച ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് അതിനെ ഒരു പൊളിറ്റിക്കൽ വെപ്പൺ ആക്കി മാറ്റാൻ ആര്യ രാജേന്ദ്രൻ പരാജയപ്പെട്ടു പോയി. ഒരുപക്ഷെ അത്
ഒരു മനുഷ്യത്വത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു ആര്യ രാജേന്ദ്രൻ അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചില്ല. നമുക്കതിനകത്ത് പരിഹാരം കാണാം. പെൺകുട്ടികളാണ് വളർന്നു വരുന്നത്, അപ്പൊ അവരെ ഓർക്കണം. അപ്പം ഇദ്ദേഹം മാനസികമായി തകർന്നു, അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ കൊണ്ട് എത്തിച്ച് ആ മനുഷ്യനെ ശരിക്കും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഈ BJPയുടെ നേതാക്കന്മാർ തന്നെയാണ്. കരമന ജയൻ എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ ഇതിനെ തള്ളിക്കളഞ്ഞു. അദ്ദേഹം അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് തിരുമലയിലേക്ക് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ചെന്ന മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഇതിനെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP അധ്യക്ഷനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ അവഹേളിച്ചു. നീ കൈരളിയുടെ ഒരു ആ മാധ്യമപ്രവർത്തക ചോദ്യം ചോദിച്ചപ്പോൾ നീ ചോദിക്കരുത്, നീ എന്നെ മാധ്യമപ്രവർത്തകയായിട്ട് കാണുന്നില്ല എന്ന് ധാർഷ്ട്യം കലർന്ന ഭാഷയിൽ രാജീവ് ചന്ദ്രശേഖർ അവരോട് സംസാരിക്കുന്നു. ഈ ഒരു വിഷയം അവിടെ ഉണ്ടായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ MS കുമാർ സൊസൈറ്റികളിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ചും ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇവരെ കുറിച്ചും BJP പ്രവർത്തകരെ കുറിച്ചും BJP നേതാക്കന്മാരെ കുറിച്ചും പുറത്തുവിടും എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് വഴി പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി BJPക്ക് മനസ്സിലായി ഇത് ആകെപ്പാടെ കൈവിട്ട കളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രണ്ട്, അതായത് MS കുമാർ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, MS കുമാറിന്റെ വ്യക്തിപരമായി എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ക്ഷീണമായി മാറും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ രണ്ട് പ്രതിസന്ധികളുടെ കുരുക്കുകൾ അഴിക്കുന്നതിനിടയിലാണ് ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന തൃക്കണ്ണാപുരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു. ഈ ആത്മഹത്യയെ എങ്ങനെയാണ് BJP കണ്ടത്? അദ്ദേഹം BJP പ്രവർത്തകനല്ല, RSS പ്രവർത്തകനല്ല, അയാൾ ശിവസേനക്കാരനാണ്. എന്നാൽ സ്വന്തം പ്രവർത്തകനെ ഉൾക്കൊള്ളാനും ആ സ്വന്തം പ്രവർത്തകൻ ഞങ്ങളുടെ ഭാഗത്തും ഉണ്ടായ വീഴ്ചയാണ്. അവിടെ എന്താ ചെയ്ത് ആ തൃക്കണ്ണാപുരം എന്ന് പറയുന്ന ആ ഡിവിഷനിൽ അല്ലെങ്കിൽ ആ വാർഡിൽ അവർ ചെയ്ത് ഒരു പണം വാങ്ങിക്കൊണ്ട് ഒരു മണൽ മാഫിയക്കാരനായ ഒരു വ്യക്തിയെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ അതോടുകൂടി അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവിടെ നടന്നതോടുകൂടി ഇതിൽ ആ പടം സ്വാഭാവികമായിട്ട് പുള്ളിക്കാരൻ വിചാരിച്ചു 41 വയസ്സേ ഉള്ളൂ. ആനന്ദ് കെ തമ്പി വിചാരിച്ചു എനിക്ക് ഇതുപോലെ സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അപ്പം സ്വാഭാവികം എന്നോണം അതിന്റെ ഒരു ദേഷ്യവും മാനസിക പ്രശ്നവും കാരണം അദ്ദേഹം എന്ത് ചെയ്തു, സ്വതന്ത്ര അല്ലെങ്കിൽ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് BJP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവിടെയും രക്ഷയില്ല എന്നൊരു അവസ്ഥ ഈ പറയുന്ന ആനന്ദിനുണ്ടായ സാഹചര്യത്തിൽ പിന്നെ അദ്ദേഹത്തിന് ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമേ ഇല്ല. അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകുന്നു. അങ്ങനെ രണ്ട് ആത്മഹത്യകൾ, 2 പേരുടെ ശവകുടീരത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് BJP ഇത്തവണ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇറങ്ങുന്നതെന്നർത്ഥം. എന്നിട്ട് ഈ പറയുന്ന ആനന്ദിന്റെ വീട്ടിൽ, നേമം വാർഡിലാണ് ഈ പറയുന്ന ആനന്ദിന്റെ വീട് വരുന്നത്. നേമം V ശിവൻകുട്ടിയുടെ മണ്ഡലമാണ്. അങ്ങനെ V ശിവൻകുട്ടി നേമത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു. വീട്ടിൽ പോയി കണ്ടതിന് ശേഷം ഈ ശിവൻകുട്ടി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം, അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ പിച്ചും പേയും പറയുന്നു, സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കുന്നു. കാരണം അവരുടെ എല്ലാം ആയിരുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവരുടെ എല്ലാം ആയിരുന്ന ഭർത്താവ് മരിച്ചുപോയ സാഹചര്യത്തിൽ അവര് പിന്നെ മാനസികമായ മറ്റൊരു അവസ്ഥയിലേക്ക് എത്തി. ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ, അവർക്ക് എന്തോ ഭയമാണ് എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ കണ്ടിട്ട് ആ ഒരു അവസ്ഥയെക്കുറിച്ച് V ശിവൻകുട്ടി തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറയുകയുണ്ടായി. അതിന് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ വിളിച്ചെന്താണെന്നറിയാമോ, മുതലക്കണ്ണീരുമായി ഒരു നേതാവ് അവിടെ എത്തി എന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെ മുതലക്കണ്ണീരെന്ന് നമുക്ക് കാണാൻ കഴിയും? അതെങ്ങനെയാണ് മുതലക്കണ്ണീരാവുന്നത്? അക്ഷരാർത്ഥത്തിൽ ഇവരല്ലേ ഈ ആനന്ദ് കെ തമ്പിയെ ചതിച്ചത്? ഇയാളെ ഏറ്റവും ഒടുവിൽ ഈ S സുരേഷ് എന്ന് പറയുന്ന അവിടുത്തെ ജനറൽ സെക്രട്ടറി പോലും എന്താണ് പറഞ്ഞത്, ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഭാഗമേ അല്ല. ഈ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞ എന്താ, മാനസിക വിഭ്രാന്തി ബാധിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് ഉള്ള തരത്തിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. ഇതാണ് BJPക്ക് അവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. തന്നെയുമല്ല, ഈ നേരത്തെ മരണപ്പെട്ടു പോയ അനിൽ എന്ന് പറയുന്ന തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലർ ഒരു നിക്ഷേപകന്റെ മകളുമായി സംസാരിച്ചു. എന്റെ മക്കളെ തിരുവനന്തപുരത്ത് പൊതുവെ സ്നേഹം കൂടും മക്കളെ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. മോളെ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല, അന്നേരം കുഴപ്പമില്ല ഏട്ടാ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം, ചേട്ടൻ എന്റെ ഉത്തരവാദിയല്ല, നമുക്ക് പോലീസിൽ കേസ് കൊടുക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ നിക്ഷേപകന്റെ മകൾ പറഞ്ഞ് അനിൽകുമാറിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം ഒന്നാലോചിക്കും, തിരുവനന്തപുരത്തെ മേയർ അവിടെ രാഷ്ട്രീയ വൈരാഗ്യം അല്ല ആര്യ രാജേന്ദ്രൻ കാണിച്ചത്. പകരം ഒരു മനുഷ്യനോട് പെരുമാറുന്ന രീതിയിൽ അവരെ ആ പറയുന്ന അനിൽകുമാറിനെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തത്. അത് മേയറുടെ റൂമിൽ വന്ന് മേയറെ കണ്ടു, കരഞ്ഞു, അവിടെ എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ ആവാതിരിക്കൂ, ഭയക്കാതിരിക്കൂ, 2 പെൺകുട്ടികളാണുള്ളത്. ഇതുപോലും പരിഗണിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ പോലും അദ്ദേഹത്തിന് അവിടെ ഒരു ആത്മാർത്ഥത കാണിക്കാത്ത നേതാക്കന്മാരാണ് തിരുവനന്തപുരത്തുള്ളത്.
ഈ വി രാജേഷ് അടക്കം പറയുന്നുണ്ടല്ലോ 45 ദിവസത്തിനകത്ത് വികസനം കൊണ്ടുവരുമെന്ന്. എന്ത് വികസനം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അവിടെ? എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളിവിടെ മെഡിക്കൽ ടൂറിസത്തിനുള്ള സാധ്യതകൾ ഉണ്ടാക്കും, മെഡിക്കൽ ടൂറിസം. ഈ പറയുന്ന മെഡിക്കൽ ടൂറിസത്തിന് വകുപ്പുണ്ടാക്കാൻ വേണ്ടി അവർ എണ്ണി പറയുന്ന ആശുപത്രികൾ ഏതെങ്കിലും BJPയുടെ ഭരണകാലത്ത് ഉണ്ടായതാണോ? അല്ല. അവിടെ ഇരിക്കുന്ന RCC ആണെങ്കിലും ശ്രീചിത്രയാണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും അതിൽ SAT ആണെങ്കിലും പിന്നെ അതോടൊപ്പം തന്നെ പേരെടുത്ത് പറയാൻ കഴിയുന്ന നിരവധിയായി വരുന്ന സ്വകാര്യ ആശുപത്രികളും ഈ പറയുന്ന ആളുടെ കൈവശം പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ BJPയുടെ ഭരണകാലത്ത് ഉണ്ടായതാണോ? അല്ല. ഈ പറയുന്ന ഈ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്ന ഒരു പദ്ധതി വി രാജേഷ് പറയുന്നുണ്ട്. ഈ പിൽഗ്രിം ടൂറിസം എവിടെ നിന്നുണ്ടായി? അവിടെ പിൽഗ്രിമേജ് നടത്താൻ വേണ്ടിയുള്ള അമ്പലങ്ങൾ ഉണ്ടാക്കിയത് ഈ BJPക്കാരാണോ? അല്ല, അതുമല്ല. അപ്പം ഈ IT വ്യവസായം IT ഹബ്ബാക്കി മാറ്റും കേരളത്തെ. IT ഹബ്ബാക്കി മാറ്റാനുള്ള അവിടെയുള്ള ടെക്നോ പാർക്ക് ആരുടെ ഭരണകാലത്ത് ഉണ്ടായതാണ്? ഇതിനകത്ത് BJPക്ക് അത് അവകാശപ്പെടാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം പറയുമ്പോഴും വികസിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനെ കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ഇത് ഞങ്ങൾ പുതിയതായി ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തുകൊണ്ട് ആ രൂപകൽപ്പന ചെയ്ത പദ്ധതിയെ ഞങ്ങൾ പുതിയതായിട്ട് അവതരിപ്പിക്കുന്നു എന്നല്ല. പുതിയ പദ്ധതികളെല്ലാം ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഇവിടെ അനൗൺസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതാണ് വി രാജേഷ് പറയുന്നത്. എവിടെ അനൗൺസ് ചെയ്യാൻ? ഇവിടെ പാവപ്പെട്ട ഒരു വയനാട്ടിൽ കിടക്കുന്ന സാധാരണക്കാരുടെ അവിടെ വന്നു നിന്നുകൊണ്ട് ശരിക്കും പിൽഗ്രിം ടൂറിസം അല്ല, ഡിസാസ്റ്റർ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ട് പോയ ഒരാളാണ് നരേന്ദ്രമോദി, പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി ഇതുവരെ സർക്കാരിന്റെ ചെലവിലാണ് ഇവിടെ വന്നത്. സംസ്ഥാന സർക്കാരാണ് പ്രധാനമന്ത്രി വരുന്നതിന്റെ ചെലവ് വഹിച്ചത്. ആ ചെലവ് പോലും സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടുണ്ട്. അതുപോലും കണക്കിലാക്കിക്കൊണ്ട് അവിടുത്തെ ഉള്ളവരുടെ ഒരു വായ്പ അവർക്കൊന്നുമില്ല. ആ ഒന്നുമില്ലാതിരിക്കുന്ന സാധാരണക്കാരുടെ വായ്പ എഴുതി തള്ളാനുള്ള നടപടി പോലും സ്വീകരിക്കാത്ത ഒരു പ്രധാനമന്ത്രി അല്ലെ ഒരു കേന്ദ്ര സർക്കാർ. ഈ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയത്തിന് വേണ്ടി ഈ പേരും പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തോട്ട് ഇറക്കി എത്ര വോട്ട് കിട്ടുമെന്ന് നിലവിലത്തെ അവസ്ഥ വെച്ചുകൊണ്ട് പല സീറ്റുകളും, അതായത് BJPക്ക് ഇന്നുള്ള ഏകദേശം 10-ലധികം സീറ്റുകൾ ഉറപ്പായും BJPക്ക് നഷ്ടപ്പെടാൻ പോവുക. ആ 10-ലധികം സീറ്റുകൾ വളരെ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തിപ്പെടും. അത് 100% ഉറപ്പാണ്. അതായത് 2ാം സ്ഥാനത്തേക്ക് ഇത്തവണ വരാൻ സാധ്യതയുള്ള ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അല്ലാതെ BJP ഈ പറയുന്ന പോലെ പിന്നെ തിരുമലയാനിൽ വലിയ സ്വാധീന ശക്തിയാണ് അവിടുത്തെ. വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ തിരുമലയാനിൽ. അത്രത്തോളം സാധാരണക്കാരുമായി ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, അത് പിന്നെ വളരെ ശുദ്ധനായ ഒരു എന്താ പറയുക ഒരു BJPക്കാരനാണെങ്കിലും BJPക്കാരൻ്റെതായ ഒരു വക്രതകളില്ലാത്ത ഒരു നേതാവാണ് ശരിക്കും തിരുമലയാനിൽ. അപ്പൊ സ്വാഭാവികമായും ആ അനിലിന്റെ ആത്മഹത്യയും ഈ പറയുന്ന ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയും ഇത് കൂടാതെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അനന്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ടെക്നോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്കി, ആ പയ്യൻ ഈ RSS ശാഖയിൽ പോയി അവിടെ എന്തൊരു കണ്ണൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു RSS പ്രചാരകന്റെ തോന്നിവാസം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതെല്ലാം BJPയുടെ തലയിലേക്കുള്ള പിന്നെ തലയിൽ വന്ന് വീണിരിക്കുന്ന പേരുദോഷങ്ങൾ തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ വായിച്ചു കളയാൻ പറ്റുമെന്ന അവർ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ ഇറക്കുമായിരിക്കും, കോടിക്കണക്കിന് രൂപ പ്രചരണത്തിന് വേണ്ടി പൊടിക്കുമായിരിക്കും. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുക. തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ശ്രീലേഖ IPS ശാസ്ത്രമംഗലം വാർഡിൽ മത്സരിപ്പിക്കുന്നു. ഈ ശ്രീലേഖ IPS ആരാണ്? ഈ ശ്രീലേഖ IPS ദിലീപ്, അതായത് ഇപ്പം ഡിസംബർ 8-ാം തീയതി വിധി വരാൻ പോവാണ്. 8ാം പ്രതിയാണ് ഒരു കേസില്. സ്വന്തം സഹപ്രവർത്തകയെ പിന്നെ ലൈംഗികമായി ആക്രമിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ഗൂഢാലോചന നടത്തിയ ഒരാളാണ്. ഈ ദിലീപിനെ അവിടെ ജയിലിൽ പോയി കണ്ടിട്ട് ദിലീപിന് കിടക്കാൻ പായും തലേണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ജയിൽ DGP ആയിരുന്നു ശ്രീലേഖ IPS. അത് മറക്കാൻ പറ്റുമോ? ഇവിടെ നമുക്കറിയാം പെരുമ്പാവൂർ ജിഷ കൊലക്കേസ് നടന്നു. ജിഷയെ കൊന്നു കൊല വിളിച്ച നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ പിടിച്ചു. ഇവരെ ജയിലിൽ പോയി കണ്ടിട്ട് ഈ ശ്രീലേഖ പറഞ്ഞ എന്താ, പിന്നെ നൂറുൽ ഇസ്ലാമിന് ഒരാളെ കൊല്ലാൻ പോയിട്ട് ഈച്ച അടിച്ചു കൊല്ലാനുള്ള ആരോഗ്യമില്ല, രക്തം കണ്ട തലയിറങ്ങി വീഴും, അയാളല്ല പ്രതി എന്ന് പറയുന്ന അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടില് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ പറയുമ്പോൾ അവര് പോയി പോലീസ് കേസന്വേഷണം നടത്തി, അവിടെ അന്വേഷണം നടത്തി പ്രതിയെ അസമിൽ നിന്നാണ് പിടിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്ന് ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോ പറയുന്ന പറച്ചിലാണ്. ഇനി നാളെ ഇവര് പറയൂല്ലോ ഗോവിന്ദചാമി പാവപ്പെട്ടവനാണ്. ശ്രീലേഖ IPS നാളെ പറയും ഗോവിന്ദചാമി ഞാൻ ജയിലിൽ പോയി കണ്ടു, ഇതുപോലെ ശുദ്ധാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയും. ഒരു കയ്യും ഇല്ല പാവം, ആ ഒരു കൈയില്ലാത്തവൻ എങ്ങനെയാണ് ഈ പാതകം ചെയ്തതെന്ന് നാളെ ഇതേ ശ്രീലേഖ IPS ചോദിക്കും. ഇത്രയേ ഉള്ളൂ ശ്രീലേഖ IPS എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഒരു എന്താ പറയാ ഒരു ഐഡിയോളജി, എത്തിക്സ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ദിലീപിന് ആരെങ്കിലും ചിന്തിക്കുന്ന കാര്യമാണോ ദിലീപിന് പായും കിടക്കയും കൊടുക്കണം, തലേണ കൊടുക്കണം? ദിലീപ് VIP ആണ്. ഇവിടെ ജയിൽ VIP ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി എന്തിനാ ഈ ശുപാർശ ചെയ്യുന്നത്? അതില് പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം കിട്ടുന്നത്? ദിലീപിനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ഈ പറഞ്ഞ ഒരു സംഘപരിവാർ അനുകൂലികളാണ് ദിലീപിനെ ഇപ്പം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ നൂറുൽ ഇസ്ലാം അവനെ ഇവിടെ കൊണ്ടുവന്ന് അവൻ പാവപ്പെട്ടവനാണ്, അവൻ അത് ചെയ്യാനുള്ള ആരോഗ്യമില്ലത്രേ, അവൻ രക്തം കണ്ട തലയിറങ്ങി വീഴുന്നവനാ.
ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കാൻ ശ്രീലേഖ IPS എങ്ങനെ ജയിക്കാനാ, സാധ്യതകൾ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇതെല്ലാം. ഇവിടെ അനീതിക്കെതിരെ സംസാരിക്കേണ്ടവർ അനീതി നടത്തിയവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമീപനം, അതാണ് ശ്രീലേഖ IPSന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 10-ലധികം സീറ്റുകൾ, എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ 10-നും 15-നും ഇടയ്ക്ക് സീറ്റുകൾ BJPക്ക് ഇത്തവണ തിരുവനന്തപുരം നഗരസഭയിൽ നഷ്ടപ്പെടുകയും ചെയ്യും. ആ സീറ്റുകളിലേക്ക് കോൺഗ്രസ് പാർട്ടി തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ അതായത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യം തീർച്ചയാണ്.